Hello everyone, this is Muhammad Alfan. Welcome to just 2 minutes Excel tips. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലീൻ ഫംഗ്ഷൻ ഇൻ എക്സൽ. അതായത് ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസിലുള്ള സെല്ലിലെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ലൈൻ ബ്രേക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ കോളം എയിൽ കാണാം ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? എക്സൽ ഇസ് ഓൾസോ നത്തിങ് ഇസ് ഇമ്പോസിബിൾ ലൈക്ക് ദാറ്റ്, റൈറ്റ്? ഈവൻ ഞാൻ ജസ്റ്റ് ഒന്ന് കോളം എ ഡ്രാഗ് ചെയ്താലും സ്റ്റിൽ ഓരോ സെല്ലിലെ സ്റ്റേറ്റ്മെന്റും രണ്ട് ലൈനിലാണ് കാണിക്കുന്നത്. സോ ഈ ലൈൻ എനിക്ക് ബ്രേക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കോളം ബിയിലാണ് എനിക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് റിസൾട്ട് വേണ്ടത്. ഇൻ കേസ് ഞാനിപ്പോൾ മാനുവലി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കോളം B1 സെലക്ട് ചെയ്യുന്നു, ശേഷം എക്സൽ ഇസ് ഓസം ഇൻസെർട്ട് ചെയ്യുന്നു, റൈറ്റ്? ദസ് എൻ എക്സാമ്പിൾ ആയിട്ട് 4 ഇൻസെർട്ട് ചെയ്തിട്ടുള്ളൂ. ഇൻ കേസ് ഒരു 4 lakh സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലോ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്കത് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ വെച്ച് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്ലീൻ ഫംഗ്ഷനിൽ ക്ലീൻ ഫോമുല യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ B1 മാനുവൽ ഇൻസെർട്ട് ചെയ്ത ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു, ശേഷം ഇസിക്കൽ ടു ക്ലീൻ ഓപ്പൺ ബ്രാക്കറ്റ്, ഇവിടെ ഇൻപുട്ട് ചോദിക്കാം, അതായത് നമ്മൾ ആർഗ്യുമെന്റ് ചോദിക്കാം, ടെക്സ്റ്റ്. ഏത് ടെക്സ്റ്റാണ് നമുക്ക് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ A1 ഫസ്റ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ. സി ജസ്റ്റ് കോർണറിൽ പോയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സി റെസ്റ്റ് ഓഫ് ഡാറ്റ ഇവിടെ ജനറേറ്റ് ചെയ്ത് കാണാം, റൈറ്റ്? ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം, കേസ് 2. കോളം എയിൽ കാണാം ലിസ്റ്റ് ഓഫ് അഡ്രസ്. സോ ഈവൻ ഞാൻ ഡ്രാഗ് ചെയ്താലും ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ സ്റ്റാറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഈ ഡാറ്റ ലൈൻ ബ്രേക്കും ചെയ്യണം, അതുപോലെ തന്നെ ഓരോ ഡാറ്റയും എനിക്ക് കോമ സഗ്രിഗേറ്റും ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഹേം സെന്റർ കോമ നവി മുംബൈ കോമ മഹാരാഷ്ട്ര. ആ ലെവലിൽ നമുക്ക് എന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. എനിക്ക് റിസൾട്ട് വന്ന് കോളം ബിയിൽ, അതുകൊണ്ട് കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, കോപ്പി ആൻഡ് പേസ്റ്റ് ഇറ്റ്. അതിനുശേഷം Ctrl+H, ഇവിടെ കാണാൻ റീപ്ലേസ് എന്നുള്ള കാറ്റഗറി 2 ഫീൽഡ്, ഫൈൻഡ് വാട്ട് റീപ്ലേസ് വിത്ത്. ഫൈൻഡ് വാട്ടുള്ള ഫീൽഡ് സെലക്ട് ചെയ്യാം, ശേഷം Ctrl+J പ്രസ് ചെയ്യുന്നത് തന്നെ ഇവിടെ ബ്ലിങ്കിങ് കാണാം, റൈറ്റ്? ആൻഡ് റീപ്ലേസ് വിത്ത് ആ ഫീൽഡിൽ ജസ്റ്റ് കോമ ഇൻസെർട്ട് ചെയ്യാം, ശേഷം റീപ്ലേസ് ഓൾ പ്രസ് ചെയ്താൽ മതി. സി ഓൾ ഡൺ, വി മേഡ് 12 റീപ്ലേസ്മെന്റ്. ഓക്കെ പ്രസ് ചെയ്യുന്നു ആൻഡ് ക്ലോസ് ഇറ്റ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു. സി കംപ്ലീറ്റ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് കോമ സഗ്രിഗേറ്റ് ചെയ്തു. ഈ സെക്കൻഡ് അഡ്രസ് കുറച്ച് ലെങ്തി ആയിട്ടാണ് ഈ 2 ലൈനിൽ വന്നത്. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, വീണ്ടും സി സിംഗിൾ ലൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ എല്ലാവർക്കും ഈ ഫംഗ്ഷനാലിറ്റിന്റെ പേർപ്പസും യൂസേജും മനസ്സിലായി വിചാരിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.